ഹായ് ഫ്രണ്ട്സ്, ഇതെൻ്റെ പവിഴമല്ലിയുടെ ചെടിയാണ്. ഞാൻ പലപ്പോഴും വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ പൂവും ഒക്കെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. പലർക്കും ഈ ചെടി കണ്ടാൽ അറിയാം, ഞാൻ പല പ്രാവശ്യം വീഡിയോ ചെയ്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് പൂക്കളൊന്നുമില്ല. ഒരു നവംബർ ഡിസംബർ മാസം ആകുമ്പോഴാണ് ശരിക്കും നിറയെ പൂ പിടിക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ഒന്നും രണ്ടും പൂക്കളൊക്കെ ഈ സീസൺ പ്ലാന്റ് ഒന്നുമല്ല, ഈ സീസണിൽ കാണത്തുള്ളൂ. പക്ഷെ എൻ്റെ ഇതിനകത്ത് ഇപ്പോൾ മഴയായതുകൊണ്ടായിരിക്കും ഒറ്റ പൂ പോലും ഇല്ല. ഇത് കണ്ടില്ലേ. പക്ഷേ ഞാനിതൊരു ചെടിച്ചട്ടിയിലാണ് വളർത്തിയിരിക്കുന്നത്. കാണാമല്ലോ. പക്ഷേ ഇതിനുള്ളിൽ വേറൊരു സംഭവമുണ്ട്. കാണുന്നില്ല. എൻ്റെ പവിഴമല്ലി ചെടിയുടെ കായാണിത്. കണ്ടോ, കട്ടിയുള്ള പുറന്തോടുള്ള ഒരു കായാണ്. ചില സമയങ്ങളിൽ ഇതിനകത്ത് നിറയെ കായല്ല, ഏതെങ്കിലുമൊക്കെ പൂക്കൾ ഇതുപോലെ കായായി മാറാറുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ നോക്കിയിരുന്നൊക്കെ ഒരെണ്ണേ കണ്ടുള്ളൂ. ഇപ്പോൾ വേറെ എവിടെയെങ്കിലും കണ്ടില്ല. ഇത് ഞാൻ പല പ്രാവശ്യം വിത്ത് പാകി മുളയ്ക്കാൻ വേണ്ടി പാകിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ എനിക്കത് മുളച്ച് കിട്ടിയിട്ടില്ല. ചിലപ്പോൾ കട്ടിയുള്ള പുറന്തോടായതുകൊണ്ട് ഇത് അഴുത്ത് കഴിയുമ്പോൾ ഉണങ്ങുമ്പോഴാണ് നമ്മൾ ഇതിനെ നടാൻ നോക്കുന്നത്. പക്ഷേ ഒരു പ്രാവശ്യം പോലും എനിക്കത് മുളച്ച് കിട്ടിയിട്ടില്ല. പക്ഷേ ഈ സംഭവം കിളിക്കും എന്നുള്ളതിന് തെളിവാണ് ഒരു തയ്യ് എനിക്ക് എൻ്റെ വേറൊരു ചെടിച്ചട്ടിയിൽ നിന്ന് കിട്ടി. എന്തായാലും കമ്പൊന്നും മുറിച്ച് ഞാൻ നട്ടിട്ടില്ല. അത് വേറെ പൊട്ടി മുളച്ചതുമല്ല, വേറെ ചെടിച്ചട്ടിക്കകത്താണ്. ഞാനത് എൻ്റെ അനിയത്തിക്ക് കൊടുത്തു. അനിയത്തി വീട്ടിൽ ഇപ്പോൾ അത് നല്ലതായിട്ട് വളർന്ന് നിൽപ്പുണ്ട്. ഇപ്പോൾ 2 വർഷമൊക്കെ ആയി കാണും കൊടുത്തിട്ട്. അത് അങ്ങനെയാണ് എനിക്കിത് മുളച്ച് കിട്ടും എന്നുള്ളൊരു അറിവുണ്ടായത്. അടുത്ത് നിന്ന് ഈ ചെടിച്ചട്ടി കുറച്ച് വേറെ സ്ഥലത്താണ് അന്ന് നിന്നേ. അതിൻ്റെ അടുക്ക നിന്ന് ചെടിച്ചട്ടിയിലാണ് ഇത് കിളിച്ച് വന്നത്. അപ്പോൾ ഇത് മുളയ്ക്കും എന്ന് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. ഇപ്പോൾ എൻ്റെ ഉദ്ദേശം ഈ വിത്ത് ഉണങ്ങിക്കഴിയുമ്പോൾ വീണ്ടും ഒന്ന് പാകാനാണ്. ഇപ്പം കട്ടിയുള്ള പുറന്തോടുള്ളത് കൊണ്ട് ചിലപ്പോൾ 2-3 മാസമൊക്കെ എടുത്തേക്കാം ഇത് കായ്ക്കാനായിട്ട്. നമ്മൾ നേരത്തെയൊക്കെ വേറെ ചെടിച്ചട്ടിയിൽ ഇങ്ങനെ പാകി കിളിക്കാൻ വേണ്ടി മണ്ണ് നിറച്ചിട്ട് നട്ടതാണ്. പക്ഷേ അന്നൊന്നും അത് കിളിച്ച് വന്നില്ല. ഇതൊക്കെ പൂക്കളാകാൻ പോവുകയാണ്. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഓരോ ജീവികളൊക്കെ കൂട് കിട്ടുന്നൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇലകളിൽ. ഇതെല്ലാം പൂക്കളാകും. ഓരോ പുതിയ എത്തിലും